ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈമിലേക്ക് സ്വാഗതം. കന്യക എന്ന നോവൽ ജോസി വാകമറ്റം, അധ്യായം 10. അക്രമികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ അംബിക ശക്തമായിട്ട് കുതറി. അടങ്ങിക്കിടക്കടി, ഇല്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊല്ലും, അയാളെ ഭീഷണിപ്പെടുത്തി. മുഖം മൂടി വെച്ച ആക്രമണ സംഘത്തിൻ്റെ നേതാവ് മഹേന്ദ്രനായിരുന്നു. മറ്റുള്ളവരും അയാളുടെ വാടക ഗുണ്ടകളും. ദൈവത്തെ വിചാരിച്ച് എന്നെ ഉപദ്രവിക്കരുത്, എൻ്റെ ചാരിത്രം നശിപ്പിക്കരുത്. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞവളാണ് ഞാൻ. നീയും രതീന്ദ്രനും തമ്മിലുള്ള ബന്ധുത എന്താണെന്നൊന്നും പറഞ്ഞാൽ നിന്നെ ഞാൻ വിട്ടേക്കാം. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാ രവീന്ദ്രൻ. ഓഹോ, അത്രയ്ക്ക് അടുത്ത ബന്ധമാണെങ്കിൽ നിന്നെ വെറുതെ വിടാനൊക്കെയില്ല. നിനക്ക് ഇവരുമായിട്ട് ബന്ധമൊന്നും ഇല്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടുമായിരുന്നു. അയ്യോ, എന്നെ നശിപ്പിക്കില്ലേ? നശിപ്പിക്കുകയില്ലടി. നിന്നെ നശിപ്പിക്കാൻ ചെകുത്താന് പോലും തോന്നുകയില്ലല്ലോ. അവൾ അണിഞ്ഞിരുന്ന നൈറ്റിയുടെ മുകളിലേക്ക് പിടിച്ച് അവൾ താഴേക്കൊന്ന് വലിവലിച്ചു. നൈറ്റി കീറി, താഴറ്റം വരെ കീറിപ്പിളർന്നു. അംബിക നിലവിളിച്ചു, അയ്യോ രക്ഷിക്കണേ. മഹേന്ദ്രൻ പെട്ടെന്ന് അവളുടെ വായ്പത്തി. കൊന്നുകളയേണ്ട ആശുമോളെ, മിണ്ടിപ്പോകരുത്. ബന്ധനാവസ്ഥയിൽ ആ രംഗം കണ്ടെന്ന സുമതി അമ്മ ബോധമറ്റു വീണു. സുഭദ്രാമ്മ ഭ്രാന്ത് പിടിച്ചതുപോലെ കുതറി കെട്ടുപൊട്ടിക്കാനും നിലവിളിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറേ സമയത്ത് ചെറുത്തുനിൽപ്പിന് ശേഷം അംബിക കീഴടങ്ങി. അവൾ ബലഹീനയായി കഴിഞ്ഞിരുന്നു. സോഫയിൽ അവളുടെ തളർന്ന മേനിക്ക് മീതെ മഹേന്ദ്രൻ്റെ ഭാരം അമർന്നു. അയാളുടെ വിടം കഴിഞ്ഞപ്പോൾ അടുത്തയാളുടെ സ്ഥാനം ഏറ്റെടുത്തു. അതിക്രൂരമായ ഒരു കൂട്ട ബലാത്സംഗമാണ് അവിടെ അരങ്ങേറിയത്. വെളിയിൽ പിന്നെയും രാത്രി കനത്തു. കോൺഫറൻസ് കഴിഞ്ഞ് സുകുമാരൻ നായരും സ്വയം കാറോടിച്ച് വീട്ടിലെത്തുമ്പോൾ രാത്രി 12 കഴിഞ്ഞിരുന്നു. അയാൾ കാറിൽ നിന്നിറങ്ങി ഡോർബെൽ അടിച്ചു. പലതവണ അടിച്ചിട്ടും അകത്തൊന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. വാതിൽ ചാരിയിട്ടിട്ടേ ഉള്ളൂ എന്ന് അപ്പോഴാണ് മനസ്സിലായത്. വാതിലടയ്ക്കാതെ കിടന്ന് ബോധമില്ലാതെ ഉറങ്ങുന്നതിന് വഴക്ക് പറയണമെന്ന് ഓർത്തുകൊണ്ട് അയാൾ വാതിൽ തള്ളി തുറന്നു. സ്വീകരണ മുറിയിലെ സുകുമാരൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. സുഭദ്രാമയും സുമതിക്കുട്ടിയും ബന്ധനസ്ഥരാക്കിയിരിക്കുന്നു. സോഫയിൽ അംബിക ബോധമില്ലാതെ കിടക്കുന്നു. സുകുമാരൻ നടുങ്ങിത്തരിച്ച് നിന്നുപോയി. പിന്നെ ഒരു നിലവിളിയോടെ സുഭദ്രയുടെ അടുത്തേക്ക് നിന്നു. അവളുടെയും സുമതിക്കുട്ടിയമ്മയുടെയും കെട്ടുകൾ അഴിച്ചു. ബോധമുണർന്നെങ്കിലും സുമതിക്കുട്ടിയമ്മ ഒരു വാക്കുപോലും മിണ്ടാൻ ആവാത്ത വിധം തളർന്നു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഹൃദയം ദീനമായ ഒരു ഞരക്കം മാത്രം. സുഭദ്രാമ്മ വാവിട്ട് കരഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്താ ഉണ്ടായത്? അംബികയുടെ നേർക്ക് വിരൽ ചൂണ്ടാൻ മാത്രമേ സുഭദ്രാമ്മയ്ക്ക് കെൽപ്പുണ്ടായിരുന്നുള്ളൂ. സുകുമാരൻ നായർ അംബികയെ കുലുക്കി വിളിച്ചു. അനക്കമില്ല, ശ്വാസം എടുക്കുന്നുണ്ട്. സോഫയിൽ ചോര തളം കെട്ടി കിടക്കുന്നു. സുകുമാരൻ നായർ ഡൈനിങ് റൂമിൽ ചെന്ന് ഫ്രിഡ്ജിൽ നിന്നും തണുത്ത വെള്ളമെടുത്ത് അംബികയുടെ ദേഹത്ത് കുടഞ്ഞു. മെല്ലെ മെല്ലെ അംബിക മോഹാലസ്യത്തിൽ നിന്നും ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. എന്താ മോളെ, എന്താ ഉണ്ടായത്? അംബിക മന്ദമായിട്ടൊന്ന് തലയാട്ടി. സംസാരിക്കാൻ പോലും ആവാത്ത വിധം അവൾ അവശയായിരുന്നു. സുകുമാരൻ നായർ സുഭദ്രാമയുടെ നേർക്ക് തിരിഞ്ഞു. എന്നെ ഇങ്ങനെ തീ തീറ്റിക്കാതെ സത്യം എന്താണെന്ന് പറയൂ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഒടുവിൽ സംഭവിച്ചെല്ലാം സുഭദ്രാമ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സുകുമാരൻ നായർ ഉടനെ അംബികയെ താങ്ങിയെടുത്ത് കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഒരു സ്വകാര്യ ആശുപത്രിയിൽ അവളെ അഡ്മിറ്റ് ചെയ്തു. അവളുടെ കല്യാണം കഴിഞ്ഞതാ, പുറത്താരും അറിയാനിടവരുത്, കല്യാണം മുടക്കും. സുഭദ്രാമ കൂടെ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. പോലീസിൽ പരാതിപ്പെടണമെന്ന് സുകുമാരൻ നായർ പലവട്ടം ആലോചിച്ചു. അതോടെ അംബികയുടെ ഭാവി നശിക്കും. കേസ്, കോടതി, നൂലാമലകൾ ആകെ അപമാനമാക്കും. പക്ഷേ ഇതുപോലൊരു ക്രൂരതയ്ക്ക് പോലീസിൽ പരാതിപ്പെടാതിരിക്കുന്നത് എങ്ങനെയാണ്? സുകുമാരൻ നായർ ചിന്താക്കുഴപ്പത്തിലായി. ഒടുവിൽ സുമതിക്കുട്ടിയമ്മയോട് ചോദിച്ചു, എന്താ വേണ്ടത്? പോലീസിൽ അറിയിക്കണോ? മകള് ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന് ഇരയാകുന്നത് നേരിൽ കാണേണ്ടി വന്ന ഹതഭാഗ്യയായ അമ്മ വിതുമ്പിക്കരഞ്ഞതേയുള്ളൂ. സുകുമാരൻ നായരുടെ വീട്ടിലേക്ക് മകളുമൊത്ത് വരാൻ തോന്നിയ നിമിഷത്തെ ശപിക്കാൻ പോലുമുള്ള സമചിത്തത അവർക്കില്ലായിരുന്നു. ഒടുവിൽ സുകുമാരൻ നായർ പോലീസിനെ അറിയിക്കാനുള്ള ഉദ്യമം വേണ്ടെന്ന് വെച്ചു. കുടുംബത്തിൻ്റെ അഭിമാനവും അംബികയുടെ ഭാവിയുമാണ് വലുത് എന്ന് കരുതി. ഉടൻ തന്നെ അയാൾ അനുജനെ വരുത്തി. മകളുടെ ദുര്യോഗം അറിഞ്ഞ ആ പിതാവ് തകർന്നുപോയി. രതീന്ദ്രൻ വീട്ടിലുണ്ടായിരുന്നെങ്കിലത്തെ അവസ്ഥ ആലോചിക്കുകയായിരുന്നു സുകുമാരൻ നായർ. അവൻ തിരുവനന്തപുരത്തോ കന്യാകുമാരിയിലോ എവിടെ പോയാലും അത് നന്നായി എന്ന് തോന്നി. അല്ലെങ്കിൽ അക്രമികൾ രതീന്ദ്രനെ കൊല്ലുമായിരുന്നു. അവനെ കിട്ടാത്തതിൻ്റെ കലി അംബികയുടെയാണ് തീർത്തത്. പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്നും അംബികയെ വിട്ടയച്ചു. മാതാപിതാക്കൾ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളെപ്പോഴും ദുരന്തത്തിൻ്റെ ഷോക്കിൽ നിന്നും മോചിതയായിരുന്നില്ല. മാനസികമായിട്ട് അവൾ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസത്തിന് ശേഷം രതീന്ദ്രൻ വീട്ടിൽ മടങ്ങിയെത്തി.
വിവരങ്ങൾ അറിഞ്ഞപ്പോൾ അയാൾക്കും വലിയ വിഷമമായി. മഹേന്ദ്രനും സംഘമാണ് ചെയ്തതെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. താനും ഷിബുവും കൂടി ചെന്ന് ഷീലയെ ആക്രമിച്ചതിൻ്റെ പ്രതികാരം. ആരാണ് അക്രമികളെന്ന് നിനക്ക് വല്ല ഊഹമുണ്ടോ? സുകുമാരൻ നായർ രതീന്ദ്രനോട് ചോദിച്ചു. നുണ പറയുന്നതാണ് ബുദ്ധിയെന്ന് തോന്നിയതിനാൽ രതീന്ദ്രൻ പറഞ്ഞു, ഇല്ല, നിന്നോട് വൈരാഗ്യമുള്ളവരൊക്കെയാ. നിലവിലാരുമില്ല. ഷീലയുടെ വീട്ടുകാരോ? എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ആരെ വാടക കൊണ്ട് ചെയ്യിച്ചതായിരിക്കും. നീ ആ സകലത്തിനും കാരണം. നീ ഒരുത്തിനെ കൊണ്ട് വയസ്സുകാലത്ത് മനസമാധാനം ഇല്ലാതായി. സുഭദ്രാമയ്ക്ക് ആ രാത്രിക്ക് ശേഷം ഭയങ്കര പേടിയാണ്. രാത്രിയിൽ തനിച്ചൊരു നിമിഷം പോലും ഇരിക്കില്ല. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ഞെട്ടി വിറയ്ക്കാൻ തുടങ്ങും. രതീന്ദ്രനെ അപായപ്പെടുത്താൻ അക്രമികൾ വന്നേക്കുമോ എന്ന് അവർക്ക് ഭയമുണ്ടായി. സുകുമാരൻ നായർ രാത്രി വീടിന് കാവലിന് കുറുക്കുകളെ നിയമിച്ചു. രാത്രിയിലെങ്കും ചുറ്റിത്തിരിയാൻ പോകരുതെന്ന് കർശനമായ താക്കീത് നൽകി. രതീന്ദ്രൻ അതനുസരിക്കുകയും ചെയ്തു. വന്നതിൻ്റെ പിറ്റേന്ന് രതീന്ദ്രൻ ആ നടക്കുന്ന വാർത്ത അറിഞ്ഞു. അക്രമികളുടെ ബലാത്സംഗത്തിനിരയായ അംബിക വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. ആ സംഭവം രതീന്ദ്രനെ വല്ലാതെ ഉലച്ചു. താൻ കാരണം ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഉലഞ്ഞു. അംബികയെ കുഞ്ഞുനാൾ മുതൽ അറിയാം. തൻ്റെ കളിക്കൂട്ടുകാരിയായിരുന്നു അവൾ. ഷീലയും മഹേന്ദ്രനുമല്ലേ അതിന് കാരണക്കാർ. ഇതിന് പ്രതികാരം ചെയ്യണം. മഹേന്ദ്ര, നിന്നോട് ഞാൻ എൻ്റെ സഹോദരിയുടെ ജീവനും മാനത്തിനും കണക്ക് ചോദിക്കും. രതീന്ദ്രൻ പ്രതിജ്ഞയെടുത്തു. നിന്റെ കുടുംബം ഞാൻ തകർക്കും. കരുതിയിരുന്നു. നാളെ ഷീലയുടെ വിവാഹമാണല്ലോ എന്ന് അവൻ ഓർത്തു. IAS കാരനുമായിട്ടുള്ള കല്യാണം. ആ കല്യാണം നടക്കരുത്. അത് മുടക്കിയിട്ട് തന്നെ കാര്യം. രതീന്ദ്രൻ പെട്ടി തുറന്നു. ഷീല തനിക്കെഴുതിയ കാമലേഖനങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ട 8-10 കത്തുകൾ തിരഞ്ഞെടുത്തു. രതീന്ദ്രമായി അവൾ നടത്തിയ ശാരീരിക വീഴ്ചയെക്കുറിച്ചുള്ള സൂചനകൾ ആ കത്തുകളിലുണ്ടായിരുന്നു. ഗർഭിണിയാണോ എന്ന് സംശയിച്ചുകൊണ്ട് എഴുതിയ കത്തും അബോർഷൻ നടത്താൻ പോകണമെന്ന് നിർബന്ധിച്ചുകൊണ്ടുള്ള എഴുതിയ കത്ത് അയാൾ പ്രത്യേകം എടുത്തു വച്ചിരുന്നു. ഷീല അറിഞ്ഞും അറിയാതെയും എടുത്ത ഏതാനും നഗ്ന ചിത്രങ്ങളും ഫോട്ടോകളൊക്കെ അയാൾ കയ്യിൽ കരുതി. ഓട്ടോമാറ്റിക് ക്യാമറ കൊണ്ട് ഷീല അറിയാതെ എടുത്ത ഏതാനും നഗ്ന ചിത്രങ്ങളും അതിലുണ്ടായിരുന്നു. രതീന്ദ്രൻ തൻ്റെ കാറിൽ കയറി ഷീലയെ വിവാഹം കഴിക്കാൻ പോകുന്ന IAS ഓഫീസറുടെ വീട്ടിലേക്ക് ഓടിച്ചുപോയി. അധ്യായം 15. രതീന്ദ്രനെ മാരുതിക്കാർ ചീറിപ്പാഞ്ഞ് IAS ഓഫീസർ കിഷോറിൻ്റെ പോർച്ചിൽ ബ്രേക്ക് ഇട്ടു. വിവാഹാഘോഷത്തിനുള്ള വലിയ ഒരുക്കങ്ങൾ നടക്കുകയാണ് അവിടെ. കടലാസ് പൂക്കളും വൈദ്യുതി ദീപമാലകളും കൊണ്ട് വീടാകെ അലങ്കരിച്ചിരിക്കുന്നു. മുറ്റത്ത് 2 നില പന്തലുയർന്നു. വീട്ടിലെമ്പാടും ആൾക്കാർ, മുറ്റം നിറയെ കാറുകൾ. അതിഥികളുടെ തിരക്ക് ഇന്ന് തുടങ്ങിയിരിക്കുന്നു. രതീന്ദ്രൻ പ്രായമായ ഒരാളെ സമീപിച്ചെന്ന് പറഞ്ഞു, എനിക്ക് മിസ്റ്റർ കിഷോർ കുമാറിനൊന്ന് കാണാം. നിങ്ങളാരാ? അടുത്ത സ്നേഹിതനാണ്, രവികുമാർ എന്ന് പറഞ്ഞാൽ മതി. ശരിയിരിക്കെ. രതീന്ദ്രൻ കസേരയിലിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കിഷോർ വന്നു. ആരാ എന്നെ അന്വേഷിച്ചത്? ഞാനാ. അടുത്ത സ്നേഹിതനാണെന്ന് പറഞ്ഞിട്ട്? ഞാൻ നിങ്ങളെ അറിയില്ലല്ലോ. കാണേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ടാണ് നുണ പറഞ്ഞത്. എന്താ കാര്യം? സ്വകാര്യമായിട്ട് പറയാനുള്ളതാണ്. കിഷോർ സംശയത്തോടെ രതീന്ദ്രനെ നോക്കി. ഞാൻ ശുപാർശയ്ക്കും അപേക്ഷയ്ക്കും വന്നതല്ല. നിങ്ങളുടെ ജീവിതത്തെ ഗൗരവമായി ബാധിച്ചേക്കുന്ന ഒരു അപകടം ചൂണ്ടിക്കാണിക്കാമെന്നാണ്. അകത്തേക്ക് വരും. രതീന്ദ്രൻ അയാളുടെ പിന്നാലെ അകത്തെ ആളൊഴിഞ്ഞ മുറിയിലേക്ക് പോയി. നടന്ന് വാതിൽ ചാരിയ ശേഷം കിഷോർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? മേനോൻ്റെ മകൾ ഷീലയുമായിട്ട് തങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയല്ലേ? അതെ, നാളെയാണ് വിവാഹം. ഷീല എൻ്റെ കാമുകിയായിരുന്നു. കിഷോറിനെ നെറ്റി ചുളിഞ്ഞു. അളെ രതീന്ദ്രൻ സൂക്ഷിച്ചു നോക്കി. ഏത് കാലത്ത്? കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത്. ഓഹോ, ഇത് പറയാനാണ് നിങ്ങളിങ്ങോട്ട് വന്നതല്ലേ? കല്യാണം മുടക്കാൻ. എടാ, കോളേജിൽ വെച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും പ്രേമിച്ചെന്നിരിക്കും. അത് പുതുമയൊന്നുമില്ല. കോളേജ് വിട്ട് കഴിയുമ്പോൾ മാതാപിതാക്കൾ പെൺകുട്ടികൾക്ക് വിവാഹാലോചിക്കും. അപ്പോൾ നിരാശാ കാമുകന്മാർ കല്യാണം മുടക്കുകളുമായിട്ട് രംഗത്തെത്തും. ഇതിങ്ങനെയല്ല. ഞങ്ങൾ ശാരീരികമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇത്തരം വിരട്ടൊന്നും എൻ്റെ അടുത്ത് ചിലവാകുകയല്ലോ മിസ്റ്റർ. നിങ്ങൾക്ക് തെളിയിക്കാനൊന്നും സാധിക്കില്ലല്ലോ? ഓ, സാധിക്കും. എങ്ങനെ? ആദ്യം ആ കത്തുകൾ വായിച്ചു നോക്കുക. ഷീല എനിക്ക് എഴുതിയതാണ്. രതീന്ദ്രൻ കത്തുകൾ അയാളെ ഏൽപ്പിച്ചു. നിങ്ങളിരിക്കൂ. രതീന്ദ്രൻ ഇരുന്നു. കിഷോർ കുമാർ കത്തുകൾ ശ്രദ്ധയോടെ വായിക്കാൻ തുടങ്ങി. അയാളുടെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകുന്നത് രതീന്ദ്രൻ കണ്ടു. മുഖഭാവമാകെ ഒരു മാറ്റം. ഇരുട്ടടി കിട്ടിയതുപോലെ കണ്ണുകളിൽ രോഷത്തിൻ്റെ ചുവപ്പ് പടർന്നു. അയാൾ കത്തുകൾ വായിച്ചു തീർന്നപ്പോൾ രതീന്ദ്രൻ ഫോട്ടോകൾ കൊടുത്തു. ഷീലയുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോകൾ, അടിവസ്ത്രത്തിൽ ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോകൾ, രതീന്ദ്രനെ ചുംബിക്കുന്ന ഒരു ഫോട്ടോ, രണ്ടുപേരും ബർത്ത് ഷൂട്ടിൽ കിടക്കുന്ന ഫോട്ടോ. IAS ഓഫീസറുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോയി. അയാളൊന്നും മിണ്ടാനാവാതെ ധരിച്ചിരുന്നു.
രതീന്ദ്രൻ കത്തുകളും ഫോട്ടോകളും തിരിച്ചു വാങ്ങി. പിന്നെ അതിൽ നിന്നും 3-4 ഫോട്ടോകളും കത്തുകളും തിരഞ്ഞെടുത്ത് കൊടുത്തു. മരുന്നിന് 4-5 ഇരിക്കട്ടെ. അവളെ വിളിച്ച് ചോദിക്കുമ്പോൾ വഞ്ചകി അതെല്ലാം നിഷേധിക്കും. അപ്പോൾ കാണിക്കാമല്ലോ. IASന് മിണ്ടാട്ടമില്ല. എന്നാ സാറേ, ഞാൻ ഇറങ്ങട്ടെ. രതീന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആദ്യം കണ്ട മൂപ്പിന്ന് ചോദിച്ചു, അല്ല പോവാണോ? അതെ. കല്യാണത്തിന് വരികയല്ലേ? പിന്നല്ലേ. രതീന്ദ്രൻ ചെന്ന് കാറിൽ കയറി കാറ് സ്റ്റാർട്ട് ചെയ്തു. ഒരു മൂളിപ്പാട്ടും പാടി അവൻ കാർ ഓടിച്ചു പോയി. സ്തംഭിച്ചിരിക്കുകയായിരുന്നു. IAS ചാടി എണീറ്റു. അയാളുടനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. മഹേന്ദ്രനാണ് ഫോൺ എടുത്തത്. മേനോനുണ്ടോ അവിടെ? IAS ചോദിച്ചു. ഉണ്ടല്ലോ. ആരാ? ഞാനാ കിഷോർ കുമാർ. ഹലോ, കിഷോർ കുമാറാണോ? എന്തൊക്കെ വിശേഷങ്ങൾ? മണ്ണാങ്കട്ട. കിന്നരിക്കാതെ ഫോൺ മേനോൻ്റെ കൈക്കുള്ളിലോട്ട് കൊടുക്കടാ. മഹേന്ദ്രൻ സ്തബ്ധനായി നിന്നുപോയി. അവനുടനെ മേനോനെ വിളിച്ച് ലൈൻ കൊടുത്തു. ആര്? മേനോനാണോ? IASൻ്റെ ചോദ്യം. അതെ. എന്താ മോനെ വിളിച്ചത്? നിങ്ങളും മകളെയും കുട്ടി ഇവിടം വരെ ഒന്ന് വരണം. ഷീലയും കുട്ടി വരാനോ? എന്തിന്? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. കാര്യം എന്താണെന്ന് പറ, മനുഷ്യനെ വിഷമിപ്പിക്കാതെ. പറഞ്ഞത് അനുസരിക്കുക. ചോദ്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ വന്നിട്ട് നാളെ കല്യാണം വേണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുന്നുള്ളൂ. IAS റിസീവർ വെച്ചു. എന്താ ഡാഡി പ്രശ്നം? മഹേന്ദ്രൻ ആകാംക്ഷ. ഉടനെ ഷീലയും കുട്ടി അവിടെ ചെല്ലാൻ, എന്നിട്ട് വേണം കല്യാണം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. അത്ര ഇതിലെന്തോ ചതിയുണ്ട്. തീർച്ചയാ. നീ ആ ഷീലയെ വിളിക്ക്. വേഗം പുറപ്പെടാൻ പറ. ഒട്ടും വൈകണ്ട. മഹേന്ദ്രൻ ചെന്ന് ഷീലയെ വിളിച്ചു. എടി, പെട്ടെന്ന് ഒരുങ്ങ്. കിഷോറിൻ്റെ വീട്ടിൽ പോകണം. ഇപ്പോഴോ? എന്തിന്? അവൾ ആശ്ചര്യപ്പെട്ടു. അതൊക്കെ അവിടെ ചെല്ലുമ്പോഴറിയാം. മഹേന്ദ്രൻ്റെ മുഖം കണ്ടിട്ട് സംഗതി അല്പം ഗൗരവമാണെന്ന് തോന്നി. അവളുടനെ വേഷം മാറി ഇറങ്ങി. മേനോൻ കാർ പോർച്ചിലൂടെ അസ്വസ്ഥതയോടെ അങ്ങും ഉലാത്തുകയാണ്. എന്തോ പന്തികേടുണ്ടെന്ന് ഷീലയ്ക്ക് മനസ്സിലായി. വീട്ടിലെ അതിഥികളുടെ തിരക്കാണ്. നാളെ കല്യാണമല്ലേ. വീടൊക്കെ അലങ്കരിച്ചു കഴിഞ്ഞു. മേനോൻ കാറിൽ കയറി. പുറകെ ഷീലയും മഹേന്ദ്രനും. കാർ IASൻ്റെ വീട് ലക്ഷ്യമാക്കി ചീറിപ്പാഞ്ഞു. കാർ അവിടെ എത്തി. IAS അക്ഷമനായി കാത്തിരിപ്പുണ്ട്. ഷീല അയാളെ നോക്കി പുഞ്ചിരിച്ചു. പക്ഷേ കിഷോർ കുമാറിന് ചിരിയൊന്നും വന്നില്ല. അയാളുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയായിരുന്നു. എന്തിനാ അർജൻറ്റായിട്ട് വരാൻ പറഞ്ഞത്? മഹേന്ദ്രൻ ചോദിച്ചു. എനിക്ക് നിങ്ങളോട് ഒരല്പം സംസാരിക്കാനുണ്ട്. വാ. കിഷോർ കുമാർ അവരെ തൻ്റെ സ്വകാര്യ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അയാൾ തൻ്റെ കറങ്ങുന്ന കസേരയിലിരുന്നു. ബാക്കിയുള്ളവരോട് ഇരിക്കാൻ പോലും പറഞ്ഞില്ല. ഷീല ഒരു കന്യകയാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? കിഷോർ ഷീലയോട് ചോദിച്ചു. അതെ, അവൾ പതർച്ചയോട് പറഞ്ഞു. നീ ആരെയും പ്രേമിച്ചിട്ടില്ലെന്നും നിന്റെ ദേഹത്താരും തൊട്ടിട്ടില്ലെന്നും പറഞ്ഞില്ലേ? ഉവ്, അതൊക്കെ ശരിയാണോ? ശരിയാണ്. എന്നാൽ ഈ കത്തുകളും ഫോട്ടോഗ്രാഫുകളും നോക്കുക. അയാളത് ഷീലയുടെ കയ്യിൽ കൊടുത്തു. നിന്റെ കൈ ഇഷ്ടമല്ലേ? ഷീലയുടെ മുഖം പ്രേതത്തെ കണ്ടതുപോലെ നടുങ്ങി വിളറി. താൻ രതീന്ദ്രൻ എഴുതിയ കത്തുകൾ, അയാൾ താനറിയാതെ എടുത്ത ഫോട്ടോകൾ. നിന്റെ കൈയക്ഷരവും ഫോട്ടോയല്ലേ? അതെ. നീ രതീന്ദ്രൻ എന്നൊരാളെ പ്രേമിക്കുകയും അയാളുമായിട്ട് വികാരം പങ്കിടുകയും ചെയ്തിട്ടില്ലേ? ഷീലയുടെ തലകുനിച്ചു. ഹോട്ടൽ മുറിയിൽ വെച്ച് അവിഹിത വീഴ്ചയിൽപ്പെട്ട നിങ്ങളെ സഹപാഠികൾ വന്ന് പിടികൂടുകയും കോളേജ് അധികൃതർ കോളേജിൽ നിന്നും പുറത്താക്കുകയും ചെയ്തതല്ലേ? ഷീലയ്ക്ക് മറുപടിയില്ല. രതീന്ദ്രനിൽ നിന്നുണ്ടായിരുന്ന ഗർഭം അലസിപ്പിച്ച് കളഞ്ഞതല്ലേ? മഹേന്ദ്രനും മേനോനും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഷിബു ജോസഫ് എന്നൊരാൾ നിന്നെ ഈയിടെ റേപ്പ് ചെയ്തില്ലടി. ഷീലയുടെ സിരസ് നെഞ്ചിലേക്ക് കുനിഞ്ഞു തന്നെ കിടന്നു. എന്നിട്ടും നീ പറഞ്ഞത് നീ കന്യകയാണെന്ന്, ആരും തൊട്ടിട്ടില്ലെന്ന്. നിന്നെ പോലത്തെ ഒരു വഞ്ചകയെ കെട്ടാൻ എനിക്ക് മനസ്സിലടി. ഇത്തവണ മേനോൻ ശരിക്കും നടുങ്ങി. കിഷോർ, വിവാഹത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അതിഥികൾ പോലും കല്യാണത്തിന് എത്തിച്ചേർന്ന് തുടങ്ങി. നാളെ നടക്കേണ്ട കല്യാണം മുടങ്ങിയാൽ തന്നേക്കാൾ അഭിമാനം എനിക്കുണ്ടോ എന്ന് വെച്ച് ഒരു വേശ്യയെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറില്ല. എൻ്റെ വീട് താൻ കണ്ടോ? നിറച്ചും അതിഥികളാണ്. എല്ലായിടവും അലങ്കരിച്ചു കഴിഞ്ഞു, പന്തലിട്ടു. പക്ഷേ എൻ്റെ കല്യാണം ഞാൻ നാളെ തന്നെ നടത്തോടോ. പണം ഇത്തിരി കുറഞ്ഞാലും വേശ്യയില്ലാത്തൊരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ എനിക്ക് ഒരു ദിവസം മതി. കിഷോർ, ആരെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്? നിങ്ങളുടെ മകൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. അതുപോലെ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്. ഷീലേ, ഡാഡി വാ പോകാം. മഹേന്ദ്രൻ അവരെയും കൂട്ടിക്കൊണ്ടിറങ്ങി. കാറിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഷീല വൈരാഗ്യത്തോടെ പിറുവിറുത്തു. ആ രതീന്ദ്രൻ ചെയ്ത് ചതിയാ. മഹേന്ദ്രൻ മുഷ്ടി ചുരുട്ടി അങ്കക്കലിയോടെ മുരണ്ടു. അവനെ ഞാൻ കൊല്ലും. അവനെ മാത്രമല്ല, അവൻ്റെ കുടുംബം മുഴുവൻ ഞാൻ വിളിപ്പിക്കും. ഈ ചതിക്ക് പ്രതികാരം ചെയ്തിട്ടല്ലാതെ ഇനി എനിക്ക് ഉറക്കമില്ല. അച്ഛനും മകളും ശബ്ദിച്ചില്ല.
കാറ് ശരം വിട്ടതുപോലെ ചീറിപ്പാഞ്ഞു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ ടൈം.